നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ബി.ജെ.പിയുടെ ഭരണത്തിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ചും അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അറിവുള്ളതും അനുഭവിച്ചവരുമാണ് നമ്മളെല്ലാവരും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം നമുക്ക് വിജയിച്ചേ മതിയാവും. ഈ പോരാട്ടം രാജ്യത്തുടനീളം നടക്കുന്നത് രണ്ട് മുന്നണികൾ തമ്മിലാണല്ലോ, നമുക്കറിയാം. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും അവരെ ഇവിടെ ശ്രീ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അറബിക്കടലിലേക്ക് എറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുമായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ പോരാട്ടത്തെ വീക്ഷിക്കുമ്പോൾ ഇവിടെ നമ്മളെ എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് പിണറായി വിജയൻ, കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഇടയിൽ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് ഉച്ചരിച്ച് ഒരു വിമർശനം പോലും നടത്തിയിട്ടില്ലാത്ത പിണറായി വിജയൻ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കും നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ഈ പോരാട്ടം നടക്കുമ്പോൾ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി, ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞില്ലെങ്കിലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ CPM എവിടെ നിൽക്കുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെ നിൽക്കുന്നു? പണ്ടൊക്കെ പറയുമായിരുന്നു മൂന്നാം മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയം ചെയ്യും, അതിൽ നിന്നൊരാളെ ഞങ്ങൾ ആക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് പറയാനില്ലല്ലോ. നിങ്ങൾ പറയൂ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണോ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണോ? നിങ്ങൾ മറുപടി പറയണം ഈ നാട്ടിലെ ജനങ്ങളോട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും പോരാട്ടവും. പിന്നെ BJP പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നുണ്ട്. BJP പ്രചണ്ഡമായ പ്രചരണം എന്താണ്? 370 കിട്ടും, ഇപ്പം 400 ആക്കി. കഴിഞ്ഞ ദിവസം മോഡി പത്തനംതിട്ട വന്നപ്പോൾ പറഞ്ഞ്, അതിന്റെ മുമ്പും പറഞ്ഞ്, ഈ 370ന്റെ കണക്കിൽ കേരളത്തിൽ നിന്ന് 10ഉം തമിഴ്നാട്ടിൽ നിന്ന് 20ഉം. അന്നേരം കണക്കെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 370 പറയുന്നതാണ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട്. ഞാനതല്ല പറയുന്നത്. അങ്ങനെ അഹങ്കാരത്തോടുകൂടി 370 കിട്ടുമെന്ന് പറയുന്നവര് എല്ലാ BJP ഓഫീസിന്റെ വാതിക്കൽ ഒരു ബോർഡൂടെ വെച്ചിട്ടുണ്ട്, എടുക്കാ ചരക്കുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോവുക, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്ന ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് മനസ്സിലാകുന്നില്ല. ആ നിലയിലേക്ക് ഇത്രയും അഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നവർ ഇങ്ങനെ എടുക്കുന്നു. കാലാകാലങ്ങളിലായി ഇവിടുന്ന് പറയുന്നല്ലോ. BJPയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഇനിയും ഞങ്ങൾ കുറച്ച് സീറ്റ് ഒഴിച്ചിട്ടേക്കുന്നത് മറ്റ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മണവും ഗുണവും ഉള്ള ഒരുത്തം പോലും ഇല്ല, വേറെ ആരെങ്കിലും വരുന്നോ നോക്കുക എന്ന് പറഞ്ഞ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത്രയും കാലം പറഞ്ഞല്ലോ, വകയ്ക്ക് കൊള്ളാവുന്ന ഒരാളിനെ നിങ്ങൾക്ക് BJPയിലേക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ CPM കേരളത്തിൽ അനുവർത്തിക്കുന്ന നയമുണ്ടല്ലോ, അത് ഏറ്റവും അപകടകരമായ നയമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹിന്ദു നാമധാരികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാം ഒരു കുറിയിട്ട് പോയി കഴിഞ്ഞാൽ അവനെ സംഘീവൽക്കരിക്കുന്ന CPMന്റെ ഈ നിലപാട് അത് ആപൽക്കരമായ രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു? ബഹുമാനായ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു, ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു, K. സുധാകരനെ കുറിച്ച് പറഞ്ഞു, NK പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെ അവരെ എതിർക്കുന്നു? അവർ ഹിന്ദു നാമധാരിയാണെങ്കിൽ അവരെയൊക്കെ സംഘി എന്ന് പറയുന്ന CPMന്റെ വിചിത്രമായ കാഴ്ചപ്പാട്. വന്ന് ഒരു ഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാരുടെ ഉടുവസ്ത്രം ഉയർത്തി നോക്കിയിട്ട് അതിന്റെ അടിയിൽ കാവിയുണ്ട് എന്ന് പറഞ്ഞ് നടന്നവന്മാരല്ലേ ഇവര്? നമുക്ക് തിരിച്ചു നോക്കാൻ വേണ്ടി ഇവനൊക്കെ അടിവസ്ത്രം ഇല്ലാതെ നടക്കുന്ന ഇതായതുകൊണ്ട് തന്നെ തിരിച്ചു നോക്കാനോ ഇത് ഏതാണെന്ന് അറിയാനുള്ള മാർഗം പോലും ഇല്ലല്ലോ. പക്ഷെ അവർ കളിക്കുന്ന രാഷ്ട്രീയം ആപത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ നേതൃത്വത്തിൽ ഒരു കലത്തിൽ വർഗീയതയുടെ കഞ്ഞി ഈ രാജ്യത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ആ കലം ഉടയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? ആ കഞ്ഞിയിൽ നിന്ന് 4 വറ്റ് എങ്ങനെയാലും ഞങ്ങൾക്ക് കിട്ടാമോ എന്ന് നോക്കുന്ന രാഷ്ട്രീയം മാത്രമല്ലേ പിണറായി വിജയന്റെ ഓരോ വിഷയത്തിലും. ആ വർഗീയത,
ആ രാഷ്ട്രീയ ഭീതിയുടെ അന്തരീക്ഷം രാജ്യത്ത് നിലനിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ എന്ന കാഴ്ചപ്പാടോടുകൂടി പോകുന്ന പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞാൻ പറയുന്നത് പോലെ ഇവിടെ EP ജയരാജൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് LDFും BJPയും തമ്മിലാണ്. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാൻ ദീർഘിപ്പിക്കുന്നില്ല. EP ഒരു സംശയവും വേണ്ട. EP പറയാൻ നിർബന്ധിതമായ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും ഏറെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ഏറെ പെടാപ്പാടുപെടുന്ന UDFും തമ്മിലാണ്. BJP ചിത്രത്തിലേ ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരോട്ട് ചെന്നിറങ്ങി. എന്തായിരുന്നു? പിഞ്ഞാണിക്കടയിൽ മൂരിക്കുട്ടം കയറുന്ന പോലെയാണ് തൃശ്ശൂരേക്ക് ചെന്നിറങ്ങിയ സുരേഷ് ഗോപി. 2 ആഴ്ച കൊണ്ട് തീർന്നില്ലയോ? പടം പൊട്ടി വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ചോണിതവും അണിഞ്ഞ അയ്യോ ശിവശിവ എന്ന് പറയുന്നത് പോലെ ഉള്ള അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി മാറിയില്ലേ? അത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം അനിവാര്യമാക്കുന്നത്. പിന്നെ ഓരോ ശ്വാസത്തിലും കോൺഗ്രസിനെ എതിർക്കുന്ന പിണറായി വിജയനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാത്തിനും കോൺഗ്രസിനെ മാത്രം എതിർക്കുന്നതാണല്ലോ പിണറായി വിജയന്റെ ശൈലി. നിങ്ങൾ എങ്ങനെയാണ് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു വന്നപ്പോൾ രാജ്യത്ത് ഒരു ന്യൂജൻ അഴിമതിക്ക് വഴിതെളിച്ചിരിക്കുകയാണ് BJP ഗവൺമെന്റ് നിങ്ങളടക്കം പറയുന്നു. സ്വന്തം മകളുടെ പേരിൽ മാസപ്പടി വിവാദം വരുമ്പോൾ ഏറ്റവും ന്യൂജൻ ആധുനിക ശാസ്ത്രീയ കറപ്ഷൻ. ഇനിയും വളരെ എളുപ്പമാണല്ലോ. മക്കളുടെ പേരിൽ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുക. ഏതെങ്കിലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ മക്കളെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ആരംഭിക്കുക. ഒരു സേവനവും നൽകേണ്ട ഭീഷണി അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാസാമാസം മാസപ്പടി കിട്ടുന്ന പുതിയ അഴിമതി നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ നിങ്ങൾ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളടക്കം നമ്മളടക്കം അവിടെ പ്രസംഗിക്കുമ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ നിങ്ങളുടെ ആൾക്കാരും അതേ ആൾക്കൂട്ട കൊലപാതകമല്ലേ നടത്തുന്നത്? അത് എന്താണ് വ്യത്യാസം? നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നു. അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ട്രോള് വന്നതാണ്. തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി, മധുരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പോസ്റ്റർ വെച്ചേക്കുന്നത് പോസ്റ്ററിൽ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും ഒരു ഭാഗത്ത് സ്റ്റാലിനുമാണ്. സ്ഥാനാർത്ഥിയുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആകെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം വെച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞ എന്താണെന്നറിയാം? അന്ത അസിംഗ മൂഞ്ചി കാമിക്ക കൂടാതെ കാമിക്ക മാട്ടെ എന്നല്ലേ സ്ഥാനാർത്ഥി പറഞ്ഞത്. ഇതാണ് ദേശീയ രാഷ്ട്രീയം. ഇതാണ് നിങ്ങൾ ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ അധിക്ഷേപിക്കുന്നു. പക്ഷേ നിങ്ങൾ അധികാരത്തിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മറക്കരുത്. തുടർഭരണം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ മറക്കരുത്. പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലം അത് മുതലെടുത്തുകൊണ്ട് എല്ലാവരും ജീവനിൽ ഭയന്ന് നിൽക്കുമ്പോൾ ഒരു ഭരണാധികാരിയിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ആ പശ്ചാത്തലം മുതലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്തു. നിങ്ങൾ പെൻഷൻ 1 വർഷം 4 തവണ കൂട്ടി, കിറ്റ് കൊടുത്തു. നിങ്ങൾ പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്ന് പ്രതീതി വരുത്തി.